ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറയുന്നത് ഇതിൽ എൻ്റെ ക്യാരക്ടർ റൊണാൾഡോയുടെ ഒരു ഡ്രീമാണ് തിയേറ്ററിൽ ഒരു റൊണാൾഡോ ചിത്രം എഴുതി കാണിക്കാനുള്ളത്. ഈ സിനിമയിൽ ഒരു 7 എലമെന്റ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഫുൾ ഇരിക്കുന്നത്. സ്വന്തം ജീവിതത്തിന്റെ ഒരു ഭാഗം ഈ സിനിമയിൽ ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി ഒരുപാടുണ്ട്. അശ്വിൻ ചെയ്ത ക്യാരക്ടർ, അശ്വിൻ്റെ പേരായിട്ട് ചെയ്ത ചൈതന്യ പ്രകാശാണ്. അപ്പോൾ ചൈതന്യ പ്രകാശിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ എൻ്റെ വൈഫിൽ ഉള്ളതാണ്. ഞങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു. എല്ലാ സിനിമയിൽസിനും അവരുടെ ഒരു ബയോപിക് തന്നെയായിരിക്കും എഴുതും. എന്നോട് ഡയറക്ടർ ആവാൻ പോകുന്ന ഒരാളുടെ കഥ എന്ന് പറയുന്നത് ഒരു ലൈനിൽ എന്നോട് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഓക്കെ, ഇതാണ് എൻ്റെ ഉദയഭാനു ക്യാരക്ടർ. ഓക്കെ ഫൈൻ. ഞാൻ എസ് ഐ ആകാൻ പോയിട്ട് റൗഡി ആകാൻ പോകുന്നു എന്നൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് കിരീടം കാണുമ്പോൾ എപ്പോഴും എനിക്ക് കണക്ഷൻ കിട്ടും. നമ്മൾ എന്തോ ഒക്കെ ആകാൻ പോകുന്നു, പക്ഷെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇത്രയും ഓവർ തിങ്ക് ചെയ്യുന്ന മനുഷ്യരാ നമുക്കാണോ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കൂട്ടി പോകുന്ന ആൾക്കാരല്ലേ? ഒരു റൊണാൾഡോ ചിത്രം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് കൂടെ ഉള്ളത് സംവിധായകൻ റിനോയ് ആൻഡ് അശ്വിൻ. വെൽക്കം ടു സിനിമ ഭ്രാന്തൻ. സോ ഇത് ഞാൻ നേരത്തെ കേട്ടു, അശ്വിന് കുറേ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് ഈ സിനിമയുടെ കഥ. കാരണം സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് ഈ സിനിമ പറയുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ ഈ ഒരു റൊണാൾഡോ ചിത്രത്തിൻ്റെ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ റൊണാൾഡോ ചിത്രം എന്ന് പറയുന്നത് ഇതിൽ എൻ്റെ ക്യാരക്ടർ റൊണാൾഡോയുടെ ഒരു ഡ്രീമാണ് തിയേറ്ററിൽ ഒരു റൊണാൾഡോ ചിത്രം എഴുതി കാണിക്കാന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യുന്ന സെയിം തിങ് സിനിമ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ജേണി ഇതിൽ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ ഇതിലെ റൊണാൾഡോ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ അതിനുവേണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഓപ്ഷൻ ഒന്നും വെക്കുന്ന ഒരാളല്ല. അതും എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പം ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ മാനസികമായിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു അധികം എഫേർട്ടൊന്നും എടുക്കേണ്ടി വരാത്തത് ഈ ക്യാരക്ടർ ചെയ്തപ്പോഴാണ്. ഇതിൽ ഉണ്ടാകുന്ന ആ മാനസികമായിട്ടുള്ള സംഘർഷം കാര്യങ്ങളൊക്കെ ഇൻറ്റേർണലി നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നതായിരുന്നു. ഒരു വലിയ എഫേർട്ട് ഇതിൽ എടുക്കേണ്ടി വന്നിട്ടുള്ള എന്നുള്ളതാണ് ഈ ക്യാരക്ടറിനെ ചിന്തിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഒരു ഫുട്ബോൾ ആരാധകനായതുകൊണ്ടാണോ ഈ പേര് തന്നെ ഇട്ടത്? അല്ല, ഞാൻ ഫുട്ബോൾ ചോദ്യം വരാറുണ്ട്. റൊണാൾഡോ എന്നുള്ള പേര് ഫുട്ബോൾ പ്രേമി അങ്ങനെയല്ല, സിനിമാ പ്രേമിയാണ്. സിനിമകൾ കാണാനും സിനിമകൾ കണ്ട് സിനിമകൾ ചെയ്യാനും ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ പേരിടാനുള്ളൊരു കാരണം എപ്പോഴും എല്ലായിടത്തും പറയാറുള്ളൊരു കാര്യമാണ്. ഒരു പേരെന്തായാലും വേണം, അത് അട്രാക്റ്റീവ് ആയിരിക്കണം. അത് മെയിൻ ക്യാരക്ടറിൻ്റെ പേരാണ്. അശ്വിൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേരാണ് റൊണാൾഡോ. ഇപ്പോൾ അശ്വിൻ പറഞ്ഞതുപോലെ അയാളുടെ ഒരു സ്വപ്നമാണ് ഒരു സിനിമ ചെയ്യുക, അവസാനം ഒരു റൊണാൾഡോ ചിത്രം എന്ന് എഴുതി കാണിക്കുക എന്നുള്ളത്. ആ ഒരു പേര് ഒരു അട്രാക്ഷൻ. പിന്നെ ഈ സിനിമയിൽ ഒരു 7 എലമെന്റ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഫുൾ ഇരിക്കുന്നത്. അപ്പോൾ CR7 എന്നൊരു കണക്ഷൻ എടുത്തിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഒരു 7 ചിത്രം എന്ന് പറയുന്നതിലും CR7 എന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് ക്യാരക്ടറിന് റൊണാൾഡോ എന്ന് പേര് കൊടുക്കാം? അപ്പോൾ ഇതൊന്നും ഞാൻ പറയണമെന്ന ഇതല്ല. ഇതിപ്പോൾ സിനിമ കഴിഞ്ഞൊക്കെ ആൾക്കാർ ഇങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഈ ചോദ്യമാണ് എല്ലായിടത്തു നിന്നും വരുന്നത്. അപ്പോൾ നമ്മളതങ്ങ് പറഞ്ഞു പോവുക. ഇങ്ങനൊരു സംഭവമാണ്. റൊണാൾഡോ എന്ന് പേരിടാനുള്ളൊരു കാരണം ആ ഒരു കണക്ഷനാണ്. ആ 7 എലമെന്റ് എന്ന് പറയുന്ന കണക്ഷൻ വെച്ചിട്ടാണ് ക്യാരക്ടറിന് റൊണാൾഡോ എന്ന് പേര് കൊടുത്തിട്ട് അയാളുടെ സ്വപ്നം ഒരു റൊണാൾഡോ ചിത്രം ഇത് എല്ലാവരുടെയും സ്വപ്നമായിട്ട് മാറുകയാണ്. അതായത് ചേട്ടന് ഒരുപാട് സിനിമ ആഗ്രഹിച്ച് ഒരു സംവിധായകനാവണം എന്ന് ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്നപ്പം സ്വന്തം ജീവിതത്തിന്റെ ഒരു ഭാഗം ഈ സിനിമയിൽ ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി ഒരുപാടുണ്ട്. ഇതിൻ്റെ അശ്വിൻ ചെയ്ത ക്യാരക്ടർ, അശ്വിൻ്റെ പേരായിട്ട് ചെയ്ത ചൈതന്യ പ്രകാശാണ്. അപ്പോൾ ചൈതന്യ പ്രകാശിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ എൻ്റെ വൈഫിൽ ഉള്ളതാണ്. ഞങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു. അപ്പോൾ എന്നോട് വൈഫ് പറഞ്ഞിട്ടുള്ള കാര്യം, അപ്പോൾ അവൾ നഴ്സാണ്, പിന്നീട് നഴ്സിംഗ് ട്യൂട്ടറായിട്ട് മാറി. അപ്പം അവളുടെ എന്നാലും ഏറ്റവും വലിയ ആഗ്രഹം എന്നെ ഒരു സംവിധായകനാക്കുക, എന്നിട്ടൊരു സംവിധായകൻ്റെ ഭാര്യയാവുക എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞാലും പോകരുത് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവരുടെ അശ്വിൻ്റെയും ചൈതന്യയുടെയൊക്കെ ലൈഫ് നമ്മൾ സ്ക്രിപ്റ്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. എൻ്റെ ലൈഫോ അതെ, എൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ
നമ്മൾ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ, കൂട്ടുകാരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ അത്രയും റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എഴുതി വച്ചിരിക്കുന്നത്. ഈ റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ എലമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ ട്രേറ്റ്സ് എന്തെങ്കിലും ഈ സംവിധായകനെ അശ്വിൻ എടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് പറഞ്ഞില്ലേ ഇതില് സംവിധായകനിൽ നിന്ന് എടുക്കേണ്ട കാര്യം വരുന്നില്ല ഇവിടെ. എനിക്ക് എല്ലാ സിനിമാക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ സിനിമാക്കാർക്കും എല്ലാ സിനിമയിലും അവരുടെ ഒരു ബയോപിക് തന്നെയായിരിക്കും ഇത്. സോ നമുക്ക് അങ്ങനത്തെ രീതിയിൽ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇത് റൊണാൾഡോയുടെ ജേണി മാത്രമുള്ള ഒരു സിനിമയല്ല എന്നുള്ളതാണ് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഉള്ളത്. എനിക്കിത് കാരണം ഇതിനകത്ത് ഒരുപാട് കഥകൾ പോകുന്നുണ്ട്. അപ്പം 7 എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 5 കഥകളിലുള്ള 5 കഥകളിൽ മൊത്തത്തിൽ ഒരു 7 എലമെൻറ്റ്സ് വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ 5 കഥകളും നമുക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. ഇതൊരിക്കലും ഒരു വേറെ യൂണിവേഴ്സിൽ നടക്കുന്ന സിനിമയോ അല്ലെങ്കിൽ കഥാപാത്രം ഇവരൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചിന്തിക്കില്ല. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ. അപ്പം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇതിൽ എനിക്ക് എൻ്റെ കാര്യം പറയുന്നത്, എൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ ക്യാരക്ടറിൻ്റെ സീൻസോ ഇത് പറയുമ്പോഴോ നമുക്ക് ഇൻറ്റേർണലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരിക്കലും ഫോറിൻ ഇമോഷനോ അല്ലെങ്കിൽ ഒന്നുമല്ല നമുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവർക്കും അത് തന്നെയാണ്. ബാക്കി ഇതിൽ അഭിനയിച്ചെടുക്കുന്ന കുറച്ച് പേരോടൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റിയപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ അവർ പറയുന്നത് അവരൊക്കെ ലൈഫിൽ ഒരു കുറച്ച് മൊമെൻറ്റുകളിലൊക്കെ ചിന്തിച്ചതും അല്ലെങ്കിൽ പോയ ചില കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളതെന്ന് അവർ പറയുന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. ഇപ്പം നമ്മൾ ഈ സിനിമയ്ക്കുള്ളിൽ സിനിമ പറയുന്ന മറ്റു സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഉദയനാണ് താരമായിക്കോട്ടെ, സാറാസ് ആയിക്കോട്ടെ, ഈവൻ വെബ് സീരീസ്, ഇപ്പം കരിക്കിൻ്റെ വെബ് സീരീസ് വരെ വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം ഒരു ചാലഞ്ച് ഉണ്ട്. അതുമായിട്ട് ഒരു രീതിയിലും ഒരു റിസംബ്ലൻസ് തോന്നാത്ത രീതിയിൽ ഈ സിനിമ കൊണ്ടുവരണം എന്നുള്ളൊരു ചാലഞ്ചും ഫ്രണ്ടിലുണ്ട്. അപ്പം അതുമായിട്ട് ഒരു സാമ്യം തോന്നാത്ത രീതിയിൽ എങ്ങനെയായിരിക്കും ഈ സിനിമ ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് ആ ഉദയനാട് എന്നോട് ഡയറക്ടർ ആവാൻ പോകുന്ന ഒരാളുടെ കഥ എന്ന് പറയുന്നത് ഒരു ലൈനിൽ എന്നോട് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഓക്കെ, ഇതാണ് എൻ്റെ ഉദയഭാനു ക്യാരക്ടർ, ഓക്കെ ഫൈൻ, ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഈ റൊണാൾഡോയുടെ ഈ പോകുന്ന ഒരു ജേണി എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ഒരു സിനിമകളിൽ കണ്ടില്ല, എന്നാൽ നമ്മളൊക്കെ റിയൽ ലൈഫിൽ കാണുന്നതായ ഒരു ജേണി അതിലുണ്ട്. എല്ലാ സിനിമയിലും നമ്മൾ കാണുന്ന മറ്റേതുണ്ടല്ലോ, ഏതാ ഈ സമൂഹം മൊത്തം അവനെതിരെ നിൽക്കുന്നു, അവനെ ഇത് പറയുന്നു. ഇതിലെനിക്ക് തോന്നുന്നില്ല ഇവനെ കൂടുതൽ പേര് അങ്ങനെ എതിരുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ ഇത് കൂടുതലും റൊണാൾഡോയ്ക്ക് കുറേ ഏരിയയിൽ ഇതിൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്കും കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ അത് ഒരിക്കലും നമ്മളൊരു സിനിമയിൽ അങ്ങനെ ആ ഏരിയ ഭയങ്കരമായിട്ട് നമ്മൾ സിനിമയിൽ മറ്റേ ഇമോഷണലി ഇതാക്കാൻ വേണ്ടി നമ്മളെ മറ്റേ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയപ്പോൾ ഇമോഷണലി അതായിരിക്കും കൂടുതൽ നമ്മൾ പൊക്കി പറയുന്നത്. സോ ഇതിൽ നേരെ തിരിച്ച് അങ്ങനെ ഒരു സാധനമാണ്. അതല്ലാതെ പറയുമ്പോൾ ഈ ഉദയനാട് താരം പോലുള്ള സിനിമയ്ക്കുള്ളിൽ ആ സിനിമയ്ക്ക് അകത്ത് കാണുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഉദയൻ എടുത്ത ആദ്യത്തെ സിനിമ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതെന്തൊക്കെയോ നമുക്ക് അതിൽ ഒന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് ആ ഉദയൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇങ്ങനെ പോവുകയാണ്. ഇതിൽ തിരിച്ചാണ്. ഇതിൽ റൊണാൾഡോ കാണുന്ന സിനിമ, റൊണാൾഡോ ചില സിനിമകൾ കാണാൻ പോകുന്നുണ്ട് ഇതിനകത്ത്. ആ സിനിമ ഈ സിനിമയെ കാണാൻ റൊണാൾഡോ ചെയ്യുന്ന സിനിമയല്ല, കാണുന്ന സിനിമ, ചെയ്യുന്ന സിനിമ ചിന്തിക്കുന്നത് എല്ലാ സിനിമകളും ഈ സിനിമയിൽ വരും. അതാണ് പറയാ, ഒരു 5 കഥകൾ ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ റൊണാൾഡോ കാണുന്നതുണ്ടാവാം, റൊണാൾഡോ തലയും കൂടി ചിന്തിക്കുന്ന സിനിമ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണ് ഇത് പോകുന്നത്. സോ അവിടെ തന്നെ ഇതിൻ്റെ ബേസിക് ഐഡിയയിൽ തന്നെ ഇറ്റ്സ് ന്യൂ, ആ ഒരു സാധനം അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എൻ്റെ ഒറ്റ ഇതെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് കണക്റ്റ് ആവണം. അതായത് നമ്മൾ കുറേ കഥകൾ അങ്ങോട്ട് ഉണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിലെ ഓരോ കഥകളും നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ റിനോ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്നെ ഈ പടത്തിൽ നിന്ന് മാറ്റല്ലേ, എനിക്ക് തന്നെ ഈ റോള് വേണമെന്നല്ലേ. എന്നോട് ആദ്യം ഇത് ചെയ്യണമെന്ന് പറയുമ്പോഴും നമ്മൾ കഥ കേട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചേട്ടാ എന്നെ മാറ്റില്ലേ, എനിക്കൊന്നു കേരളത്തിലെ ഏറ്റവും ഇത് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഞാനാണ്.
ഇപ്പൊ ഈ ക്യൂനിന്റെ പറഞ്ഞല്ലോ, ക്യൂനിന്റെ ആ ഒരു പാട്ട്, ആ ഒരു എലമെന്റ്, അത് സ്ക്രിപ്റ്റ് കേട്ടപ്പോ, ആ ഒരു പോർഷൻ കേട്ടപ്പോ തന്നെ അത് ഹിറ്റ് ആവും, തിയേറ്ററിൽ അത് ഹിറ്റ് ആവും എന്നുള്ളൊരു ആ ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു. ഈ സിനിമയിലെ അങ്ങനെ ഒരു എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയാൻ പറ്റുക? ഈ സിനിമയിലെ ഇപ്പം ഞാൻ അതാ പറഞ്ഞു, ഇപ്പം എനിക്ക് ഞാനും എൻ്റെ വൈഫും ഇതിൻ്റെ ഒരു 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 പ്രിവ്യൂ ടൈമിൽ ഞാൻ കാണുന്നുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിനകത്ത് ഒരു മൊമെൻ്റ് വന്നപ്പോഴത്തേക്കും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണ് നിറയുന്നതാണ് ചൈതന്യയുടെ ഒരു ക്യാരക്ടർ, ലൈക്ക് ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത്. അപ്പം അവൾക്കത് റിലേറ്റ് ആയി എന്നുള്ളതാണ്. എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു ഏരിയ, ഇതിൻ്റെ ഫിലിമിൻ്റെ ആ പാഷൻ പോകുമ്പോൾ എനിക്ക് റിലേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ഈ സിനിമയ്ക്കകത്ത് ബ്രേക്കപ്സിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ബ്രേക്കപ്പ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതും പല ആളുകളുടെ, അതൊക്കെ ഇതിൽ വരുന്ന ഓരോ വിഷയങ്ങളായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേറെ പലരും എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ ഒരു സാധനം എന്നൊക്കെ പറയുന്നത് ഞാൻ ഇതിൻ്റെ ആൾക്കാർ കാണുമ്പോൾ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിതിൽ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കണ്ടാൽ ഇതിനകത്ത് 5 സിനിമകളുണ്ടാവും. ഈ 5 സിനിമയിലെ ഏതെങ്കിലുമൊക്കെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവാം, നമ്മളിൽ അനുഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ആസ് എ ഫിലിം ലവർ, ഞാൻ ഒരുപാട് സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നതാണ്. ഞാൻ ആക്ടറായിട്ടെന്നുള്ള രീതിയിലല്ല പറയുന്നത്, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കണക്ട് ആവുന്ന ഒരു സിനിമയായിരിക്കും. ഇപ്പൊ ഈ ബ്രേക്കപ്പിന്റെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, അശ്വിൻ അങ്ങനത്തെ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് 11 വർഷത്തെ പ്രണയം, അത് കഴിഞ്ഞിട്ടുള്ള കല്യാണം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മാത്രം അശ്വിന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലേ? അങ്ങനെയല്ല, ഇപ്പോൾ എനിക്ക് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഫസ്റ്റ് ആള് തന്നെ എന്നോട് തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. ഞാൻ ഇതിനു മുന്നേ എനിക്ക് ഒരാളോട് ഇഷ്ടം പറഞ്ഞ് ആ ഇഷ്ടം റിജക്റ്റ് ആയിട്ടുള്ളതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഫേബേനെ കാണുന്നത് തന്നെ. അതിനുശേഷം ഞാൻ ആ റിലേഷൻഷിപ്പിൽ പോയി. ആ റിലേഷൻഷിപ്പ് പക്ഷേ ബ്രേക്ക് ആവാതെ പോയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ആയതില്ല. പക്ഷെ ഒരു റിജക്ഷൻ എന്ന് പറയുന്നതോ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്കും പുതിയ കാര്യങ്ങളല്ലല്ലോ, നമുക്ക് അറിയാം നമുക്ക് ആ റിജക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണ്. അപ്പം ആ റിജക്ഷൻ പോലും നമ്മൾ എങ്ങനെയാണ് അതിനെ, ചില ആളുകൾ പല രീതിയിലായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മറ്റേ ഓക്കെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ കുറച്ച് വിഭാഗം ആളുകൾക്ക് അത് പ്രശ്നമാവോ എന്നൊന്നും വിചാരിക്കാതെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പച്ചയായിട്ട് സ്ട്രെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും തിയേറ്ററിൽ നമുക്ക് കാണുമ്പോൾ. ചേട്ടൻ ഇതുപോലത്തെ അങ്ങനത്തെ റിജക്ഷൻസ് ഇപ്പൊ സിനിമ വൈസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസോ ഏതെങ്കിലും രീതിയിൽ റിജക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് സിനിമ മോഹി എന്നുള്ള രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. പ്രണയം എൻ്റെ പ്രണയവിവാഹമായിരുന്നു, ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ പല ആളുകളുടെയും കഥകൾ, അല്ല നമ്മുടെ അടുത്ത കൂട്ടുകാരൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫീൽ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് കണക്ഷൻ കിട്ടുമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാനും എഴുതാനും ഒക്കെ എനിക്ക് ആ ഡെപ്തിലൊക്കെ പോകാനൊക്കെ എന്തോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ആ രീതിയിലാണ്. ഇപ്പം ഞാൻ എസ് ഐ ആകാൻ പോയിട്ട് റൗഡി ആകാൻ പോകുന്നു എന്നൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് കിരീടം കാണുമ്പോൾ എപ്പോഴും എനിക്ക് കണക്ഷൻ കിട്ടും. നമ്മൾ എന്തോക്കെ ആകാൻ പോകുന്നു, പക്ഷെ തിരിച്ചാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് കണക്ഷൻ കിട്ടുമല്ലോ. അത് വാട്ട് ഇഫ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് പറയുന്നത് സംഭവം നമുക്ക് കിട്ടും. നമുക്ക് കിട്ടിയാൽ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ചിന്തിക്കാമല്ലോ. നമ്മൾ ഇത്രയും ഓവർ തിങ്ക് ചെയ്യുന്ന മനുഷ്യരാ നമുക്കാണോ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കൂട്ടി പോകുന്ന ആൾക്കാരല്ലേ. അപ്പം ഉറപ്പായിട്ടും നമുക്ക് കുറേ അനുഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രണയം, ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ നമ്മൾ ഭയങ്കര പാഷനേറ്റായിട്ടൊക്കെ ഒരു കാര്യങ്ങളെയൊക്കെ നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ, നമ്മൾ അതിലേക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ലൈഫിൽ ജെന്യുവിൻ ആയിരിക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമ്മളോട് തന്നെ ജെന്യുവിൻ ആയിരിക്കണം. അപ്പം മാത്രമേ നമുക്ക് ചിലപ്പോൾ ഒരു ലവ് ബ്രേക്ക് ആവുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഇമോഷൻ വരും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട്
ക്രിഞ്ച് എന്നോ അല്ലെങ്കിൽ എന്തിനാ ഇതിന് ഇത്ര കരയുന്നതെന്നൊക്കെ. ഇമോഷണലി ഭയങ്കര ജെന്യുവൻ ആയിട്ട് ആളുകൾ, നമ്മൾ ജെന്യുവൻ ആണ് നമ്മുടെ ഇമോഷനെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റ് കിട്ടും. അതിനിത് പോണമെന്ന് പോലും ഇല്ല അതിനകത്ത് ഒന്ന് അല്ലേ. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം എനിക്കുള്ളൊരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ ചില നേരത്തെ മറ്റേ ട്രെയിനിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പം ആ പാലത്തിൻ്റെ അവിടെ എത്താറാകുമ്പോഴത്തേക്കും ഞാൻ വെറുതെ ഞാൻ ചിന്തിക്കും, ഇപ്പോൾ ഇതിങ്ങനെ വീണെങ്കിലോ, അയ്യോ എൻ്റെ മമ്മിയും പപ്പയും അവർ എന്ത് ചെയ്യും, വെറുതെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. നമ്മളപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് ലൈഫിൽ വരണമെന്നില്ല. ഇപ്പൊ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുള്ളത്, നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്യുന്നത് വിഷ്വലിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും. ചില സമയത്ത് എൻ്റെ ഓവർ തിങ്കിങ് ഞാൻ ഇങ്ങനെ സംസാരിക്കും. ഇപ്പം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ ഈ രീതിയിൽ ഓവർ തിങ്കിങ് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും റൈറ്റേഴ്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ടോ ശരിക്കും? ഓവർ തിങ്കിങ് വിഷ്വലൈസ് ചെയ്യല്ലേ വേറെ ഒരാളോട് അതേ രീതിയിൽ പറയാൻ ശ്രമിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടില്ല? ഇല്ല, ഓവർ തിങ്കിങ് സ്വാഭാവികമായിട്ട് നമുക്ക് റൈറ്റേഴ്സ് ആകുമ്പോൾ എന്തായാലും അത് ഉണ്ടാവും, ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ കിടക്കാൻ നേരം ഉറങ്ങാൻ നേരം ഒക്കെ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോയി വരുമ്പോൾ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ. അത് ഈ മനസ്സിന്റെ സ്വഭാവമാണ്. നമ്മൾ ഭയങ്കര സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ മനസ്സ് വന്നിട്ട് പറയും എന്തോ പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ ഇരിക്കാൻ പാടില്ല. എനിക്ക് ചില എനിക്ക് ചില നേരത്തുണ്ടല്ലോ ഈ ഉച്ചയ്ക്ക് ചില നേരത്തൊന്നും ഉറങ്ങിയാണ്ടല്ലോ മനസ്സ് വന്നിട്ട് നീ ഉറങ്ങുന്ന, നിനക്ക് എന്തൊരു യാത്ര ഉണ്ട്, നീ എന്ത് പറയുന്നത്, എല്ലാം വെറുതെ ഒരു റിഗ്രറ്റ് ഉറങ്ങാൻ പോകും പറയുന്ന സംഭവം വരെ. അതെ, ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ. പക്ഷേ നല്ലതല്ലേ അത് നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ അതൊരു പവറായിട്ട് എടുത്താൽ മതി. ഓവർ തിങ്ക് ചെയ്യുന്നത് നമുക്കൊരു പവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ മേ ബി അത് ഗുണമായിരിക്കും. ഇതാണ് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് അതിനിങ്ങനെ ചുരുക്കി വെച്ച സാധനമാണ് ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓവർ തിങ്ക് നമ്മൾ ചിന്തിച്ചതെല്ലാം അതിനകത്ത് ഇല്ല. നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മളിരുന്ന് എഡിറ്റ് ചെയ്ത് കളയേണ്ടതൊക്കെ കളഞ്ഞു വെക്കുന്ന സംഭവമാണ് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അശ്വിൻ പറഞ്ഞതുപോലെയാണ്, ഓവർ തിങ്ക് നല്ലതാണ്, നമ്മുടെ ഒരു മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ഹെൽത്തി ഓവർ തിങ്കിങ് നല്ലതാണെന്ന്. അപ്പം അശ്വിൻ ഇപ്പൊ 2 വർഷം മുൻപ് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അനുരാഗം വേണ്ടിയിട്ട്. ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ടോ ആ ഒരു ഫിറ്റ്നസ് ഒക്കെ? ഇല്ല, അത് കഴിഞ്ഞിട്ട് അനുരാഗം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പാലും പഴമാണ് പിന്നെ എനിക്ക് ഞാൻ ചെയ്യുന്ന പടമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കഥ കേൾക്കുമ്പോൾ അതിലെ ക്യാരക്ടർ ഭയങ്കര മടിയനാണ്. പ്രായവും കുറവാണ്. അതിലെ 23 വയസ്സുകാരൻ ആ സെയിം ആൾക്കാരനെ ഒരു 30 ഉള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റും. എല്ലാം സ്യൂട്ട് ആവുന്ന അത് പറ്റുന്നുണ്ട്. അപ്പോൾ അതില് ഞാൻ ആ കഥ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം റിമോട്ടൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് സൈഡിലുണ്ടെങ്കിൽ വളരെ ദൂരമായിട്ട് അവന് ഫീൽ ചെയ്യുന്ന അത്രയും മടിയനായിട്ടുള്ള ഒരുത്തൻ ഈ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി പ്രണയിക്കുക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. അപ്പം അതിൽ യങ് ആവുക എന്നുള്ള പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വെയിറ്റ് കുറയും. പക്ഷെ അതിൽ ചെയ്തപ്പോൾ അനുരാഗത്തിലെ പോലത്തെ ബോഡി ലാംഗ്വേജ് അല്ലായിരുന്നു ഞാൻ അതിൽ യൂസ് ചെയ്തത്. അതിൽ കുറച്ചുകൂടി ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഫ്ലഫി ആ ഒരു കൈൻഡ് ഫീല് വരണം, ഒരു ഭയങ്കരമായിട്ട് കവിളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നണം, പക്ഷേ എന്നാൽ യങ് ആണെന്നുള്ള ഒരു സാധനം വരണം. അതായിരുന്നു അതിൽ ചെയ്തത്. പിന്നെ ഇപ്പോൾ അങ്ങോട്ടൊക്കെ ആയിട്ട് ഞാൻ കുറച്ചുകൂടി ഹെൽത്ത്, എനിക്ക് തോന്നുന്നു അച്ഛനായോണ്ടായിരിക്കും ഞാൻ കുറച്ചുകൂടി ഹെൽത്തൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും ബോഡിക്ക് വേണ്ടി വർക്കൗട്ട് നടക്കും. അത് ചിലപ്പോൾ ഡയറ്റൊന്നും കറക്റ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ കൂടി ഒരു ഹെൽത്ത് റുട്ടീൻ ഉണ്ടാവാറുണ്ട് എപ്പോഴും. ഇപ്പൊ ഈ അച്ഛൻ ആയതിനു ശേഷം റുട്ടീനിൽ വരുന്ന ഒരു ചേഞ്ചസ്, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ലൈക്ക് സ്ത്രീകൾക്ക് ഈ ഒരു ടൈമിലായിരിക്കും പോസ്റ്റ്മോർട്ടം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അത് അവരെ പോലെ തന്നെ അച്ഛനെയും അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അതും സിനിമയും എല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? അല്ല, എനിക്ക് ഫേബ ആദ്യത്തെ 2-3 മാസം പറഞ്ഞുകൊണ്ടിരുന്ന പോസ്റ്റ്മോർട്ടം എനിക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ആ ഒരു സമയം എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട്
എന്തോ ഒരു ചേഞ്ച് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ സിനിമ ഓവർ തിങ്കിങ് സാധനം, എനിക്ക് ഇതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഹൃദയം ഇങ്ങനെ കുഞ്ഞിന് മനസ്സിലാവുന്നില്ല എന്നാലും, പക്ഷെ വെറുതെ പറയായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെയാണ് അതാണ് ഈ വൺസ് കുഞ്ഞായപ്പോഴത്തേക്കൊക്കെ മുതൽ എനിക്കും തോന്നി സിനിമയ്ക്ക് വേണ്ടി ബോഡി ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഹെൽത്ത് നോക്കുക എന്നതിനപ്പുറമായിട്ട് ലൈഫിന് വേണ്ടി അത് ചെയ്യണമെന്നുള്ള ഒരു തോട്ട് എനിക്ക് അപ്പം മുതൽ വന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം തന്നെ എനിക്ക് കുറച്ച് മാറ്റമുണ്ട്. എനിക്കൊരു 10 kg തന്നെ ഈ അടുത്തെന്നല്ല, ആ ഒരു ജേർണിയിൽ വൃത്തിയായിട്ട് കുറച്ചു. പെട്ടെന്നല്ല, അനുരാഗത്തിന് ഞാൻ 21 ദിവസം കൊണ്ട് ആണ് ഞാൻ അത്രയും ഡ്രാസ്റ്റിക് ഒരു ചേഞ്ച് നടത്തിയത്. അതൊന്നും ഹെൽത്തി അല്ല. ഹെൽത്തി ആയിട്ട് ഇപ്പം നല്ല ഗുഡ് വെയിറ്റ് ലോസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി പഴയ ഒരു കണക്ഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ അശ്വിനിൽ നിന്നായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല, അന്നൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂ ഇതാണ്. ഞാൻ ഫസ്റ്റ് ടൈം മീഡിയയിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് തന്ന ടാസ്ക് ഒരു ഫോൺ ഇന്റർവ്യൂ ആയിരുന്നു. അന്ന് സിനിമ ഏതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ 2020 അശ്വിനായിട്ടായിരുന്നു ഞാൻ അന്ന് ഫോൺ ഇന്റർവ്യൂ ചെയ്തിട്ട്. ഞാനിപ്പോ പറയാം, ഒരു മിനിറ്റ് ഒന്നുകൂടെ പറയാന്നൊക്കെ ചോദിച്ചു. ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും. എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത അശ്വിനായിരുന്നു. ആഫ്റ്റർ 5 years ഇപ്പോഴാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. നമുക്ക് രണ്ടുപേർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുഡ്. അതെ, നല്ല മാറ്റങ്ങൾ. അപ്പൊ നല്ല സിനിമ ഉടനെ പ്രേക്ഷകരിലേക്ക് എത്താണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ പറഞ്ഞതുപോലെയാണ്, വളരെ ഇപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അശ്വിൻ പറഞ്ഞ കാര്യമാണ്. ഇതൊരു ചേട്ടന് ഡയറക്ടർ എന്നുള്ള രീതിയിലൊരു ഹെക്റ്റിക് ടാസ്ക് തന്നെയാണ്. അപ്പൊ അന്ന് ഞാൻ അത്രയും ഇതിനകത്തേക്ക് ചാടി കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അപ്പൊ അത്രയും പണിയെടുക്കേണ്ടി വന്ന ഒരു സിനിമയാണ്. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആത്മാർത്ഥമായ ഒരു പണി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം ഇതിനകത്ത് സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, ഒരു 5-6 പടങ്ങളൊക്കെ അഭിനയിച്ച ആളുകളുണ്ട്, ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുക, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരേ ആളുകളെ വെച്ചിട്ട്, ഒരേ ക്രൂവിനെ വെച്ചിട്ട് പല രീതിയിൽ സിനിമകൾ ചെയ്യുക, അതല്ല ഒരു സിനിമയിൽ കാണിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം എന്താ പറയുക, ഒരു മടിയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു അലസതയുടെ പുറത്തോ ഒന്നും ഈ സിനിമയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി അത് എങ്ങനെ വന്നു, എങ്ങനെ നിങ്ങൾക്കത് കണക്ഷൻ കിട്ടുന്നു എന്നുള്ളത് തിയേറ്ററിൽ വന്ന് തന്നെ കാണുക എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അല്ല, അത് തന്നെയാണ്. തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ടേ അതിനൊരു എന്തഭിപ്രായമാണെങ്കിലും ഓക്കെ. പക്ഷേ പടം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ പടം കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മുൻപ് അനുഭവങ്ങളുണ്ട്. എൻ്റെ അനുരാഗം കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒക്കെ ആൾക്കാരെ ഇപ്പോൾ ഒക്കെ എന്നോട് ഇന്ന് പറയും നല്ല സിനിമയായിരുന്നു. എനിക്ക് സന്തോഷമുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ആലോചിക്കും, എനിക്ക് തിയേറ്ററിൽ എന്തുകൊണ്ട് ആ വിൻ കിട്ടിയില്ല എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. സോ എനിക്ക് അത്രയും ഇമോഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ചേട്ടൻ ഇത്രയും നാളായിട്ട് ഒരു സിനിമയ്ക്ക് ഇത്രയും അവർക്ക് ഒരു സിമ്പിളി ഒരു കഥ പറഞ്ഞ് പോവാം, അങ്ങനെ ഒരു കഥയും ചെയ്യാം. കാരണം നല്ല റൈറ്ററാണ്. എന്ത് സീൻ എഴുതുമ്പോൾ ആ സീൻ ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് ഒരു സീൻ എഴുതുന്നത് തന്നെ, അങ്ങനെ പറയാം. എന്നിട്ടും ഒരു പടത്തിൽ ഇത്രയും ജോണേഴ്സ് പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു സിനിമ തന്നെ എനിക്ക് ചെയ്യണം. ആ സ്ക്രീൻ പ്ലേയിലുണ്ട്. അപ്പം ഒരിക്കലും ഒരു റിനോയ് ചെയ്ത പടമായിട്ട് അതിനകത്ത് തോന്നാൻ പാടില്ല. പല ഡയറക്ടേഴ്സ് ചെയ്ത പോലെ അത് ഫീലും ചെയ്യണം എന്നുള്ള ഒരു സാധനത്തിലാണ് അത്രയും എഫേർട്ട് എടുത്തൊരു ഡയറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് ഒരു വിൻ കിട്ടണം. അത് ചേട്ടനൊരു ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനും ഇതും ഒരു നെക്സ്റ്റ് മുന്നോട്ട് പോകാനുള്ള ഫ്യൂവലാവണം. ആരും പിന്നീട് ഒരു ടെലഗ്രാമിലോ അല്ലെങ്കിൽ അതിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നല്ല സിനിമ എന്ന് പറയുന്നതല്ലേ. എനിക്കത് കഴിഞ്ഞ കുറച്ച് ആളായിട്ട് എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അത്ര നല്ല ഫീലല്ല അത്. നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഇത്രയും ആൾക്കാർ അന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറയില്ലേ. അപ്പം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ. ഇപ്പൊ ഇതിനകത്ത് ഈ ന്യൂ കമ്മേഴ്സ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് തന്നെ ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നല്ല ലീഡ് ആക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്തില്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആള് വരുന്നില്ല എന്നുള്ള സാധനം പറയുന്നുണ്ട്.
അപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ അശ്വിൻ കുറച്ച് വർഷമായിട്ട് തന്നെ സിനിമയിലുള്ള ഒരാളാണ്. ആ ഒരു ഇതിനെ പറ്റി എന്തായിരിക്കും തോന്നുന്നത്? അല്ല, എനിക്കത് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റാർസിൻ്റെ മൂവീസ് ആണെങ്കിലും മോശം സിനിമയാണെങ്കിൽ അത് പോവാറില്ല. ഈ പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ആളുകൾക്ക് ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഭയങ്കര അങ്ങനെ തിയേറ്ററിൽ പോയി കാണലില്ല. കൂടുതലും ഈ OTT എന്തെങ്കിലുമൊക്കെ വന്നാൽ അതിൽ വരാം. ചില സിനിമയ്ക്ക് ആദ്യം ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് OTT സ്റ്റഫ് അല്ലെങ്കിൽ OTT ഇതൊക്കെ OTTയിലുള്ള കാണത്തുള്ളൂ എന്ന് നിർബന്ധിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണെന്നറിയില്ല. നമുക്ക് ഒരിക്കലും ഒരു ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ആ അത്രയും ബഡ്ജറ്റ് കിട്ടണം ഉറപ്പായിട്ടും. ഇത് OTT സ്റ്റഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാധനം നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിലാണ് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമ ഒന്ന് വന്ന് കണ്ടു നോക്കുക എന്നുള്ളതാണ്. അത് ആ ട്രെയിലറും ഇതുമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടില്ല. എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാരെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പ്രൊമോഷൻസും കാര്യങ്ങളും എങ്ങനെ പോകുന്നതെന്നാണ്. ഇല്ലെങ്കിൽ നമ്മളെ പെട്ടെന്നൊരു കാറ്റഗറൈസ് ചെയ്ത് വെക്കും. ഓക്കെ, ഇത് ഇങ്ങനത്തെ സിനിമയാണ്, ഇതിന് പോകത്തില്ല എന്ന് ആദ്യമേ തീരുമാനിച്ച് വെക്കും. അത് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം സ്റ്റാർസിൻ്റെ സിനിമയായിട്ട് ഫസ്റ്റ് ഡേ ആളുകൾ ഇല്ലാതെ വരുന്നുണ്ട്. അപ്പം അതിൽ കാര്യമൊന്നുമില്ല. പിന്നെ രണ്ടാമത് എന്നോട് ചോദിച്ചതിൻ്റെ പോയിന്റ് എന്തായിരുന്നു, ഈ പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്താൽ എങ്ങനെ വരുമെന്നോ? അതാണ് അല്ല, അതിന് ഒരു എഫേർട്ട് നമ്മൾ ഇപ്പം ആ ചെയ്യുന്ന ടീം എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സിനിമ ചെയ്യുമ്പം ആ സിനിമ എങ്ങനെയാണ് ആദ്യം മാർക്കറ്റ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായ ഒരു സ്റ്റഡിയും കൂടി നടത്തിയിട്ട് വേണം ആ സിനിമയായിട്ട് പുതിയ ആൾക്കാരായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ വരേണ്ടത്. പിന്നെ എല്ലാ സിനിമയ്ക്കും ചിലപ്പം അങ്ങനെ ഒരു USP ഒന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ആ സിനിമ കാണുമ്പോഴായിരിക്കും നമുക്കത് കിട്ടുന്നത്. അപ്പം അതിന് പ്രേക്ഷകരോട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഒന്ന് വന്ന് സിനിമ കാണുക, സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയാമെന്ന് പറയുന്നത്. റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ ഒരു പോയിന്റ് പറയുള്ളൂ. റിവ്യൂവേഴ്സ് ഒരു സിനിമ നശിപ്പിക്കുന്നു, ഇത് ചെയ്യുന്നു എന്നൊന്നും അതിന് ഒരു പരിധിയുടെ അപ്പുറം ഒരു സ്റ്റാർ ഡ്രിവൺ പടമാണെങ്കിൽ ഇപ്പോൾ റിവ്യൂവേഴ്സ് ആ സിനിമയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു ഒരു കാര്യമില്ല. നമ്മൾ ആ സ്റ്റാറിൻ്റെ പടം കാണാൻ നമ്മൾ പോകും, നമ്മൾ വിലയിരുത്തത്തുള്ളൂ. അല്ലാതെ ഇടത്തരം സിനിമകൾക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിലപ്പം ചില സിനിമകൾ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ചിലപ്പോൾ പറയാതിരുന്നാൽ കൂടിയും ആ സിനിമയ്ക്ക് ഒരു പുതിയൊരു സിനിമയ്ക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇതിൽ മറ്റേതല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം രണ്ടും രണ്ട് തലത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. കാരണം ചിലപ്പോൾ ഒരു റിവ്യൂവറിന് ചിലപ്പോൾ ഇമോഷണലി ഒട്ടും കണക്റ്റ് ആവുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല അയാൾ ചിലപ്പോൾ ഒരു ഇമോഷണൽ സിനിമ കണ്ടിട്ട് എന്തായിരിക്കും ചിലപ്പോൾ പറയാൻ പോകുന്നത്, എന്താണെങ്കിൽ മനുഷ്യരൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നല്ലേ പറയത്തുള്ളൂ. ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ആളുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ സിനിമയ്ക്ക് കിട്ടിയിട്ട് ഒരു റണ്ണും കൂടി അവിടെ മാറില്ലേ. അപ്പം അവിടെയാണ് ഈ ഇടത്തരം സിനിമ അല്ലെ പുതിയ ആൾക്കാരുടെ സിനിമ വരുമ്പം റിക്വസ്റ്റ് എന്നുള്ള പറയുന്നതല്ല, ഒരു ഇതാണ്, നിങ്ങൾക്കൊരു സിനിമ കണ്ടിട്ട് വർക്കായില്ലെങ്കിൽ പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് അത്രയും കൂടി ആളുകൾ കാണാതിരിക്കേണ്ട എന്നുള്ളത്. എന്തായാലും ഒരു റൊണാൾഡോ ചിത്രം 25th തിയേറ്ററിലേക്ക് എത്താണ്. സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സംവിധാന മേഖലയിൽ ഇനി സജീവമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ അശ്വിനും എഴുത്ത് പരിപാടിയും അതോടൊപ്പം തന്നെ അഭിനയവും എല്ലാം ഒരുപോലെ തന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.